കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനും മറക്കേണ്ട. വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു പെർമനന്റ് ജോബ് ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 15/6/2024 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 17/7/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക, 136/2024. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. PSCൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ട്രേഡ്സ്മാൻ വെൽഡിംഗ് പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 60,700 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഏകദേശം 16ഓളം ഒഴിവുകളാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട്. കേരളത്തിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത ഏകദേശ വേക്കൻസിയാണ് 16. അപ്പോൾ വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. വേക്കൻസി കൂടുവാനുള്ള ചാൻസ് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. നിലവിൽ 16 വേക്കൻസിയാണുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1988 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC/STക്ക് 5 വർഷത്തെയും അതുപോലെ തന്നെ OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിലിളവ് ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കും. വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദി അപ്രോപ്രിയേറ്റഡ് ട്രേഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെൽഡിങ്ങിൽ തന്നെ വെൽഡിംഗ് ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹൈസ്കൂൾ യോഗ്യത ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട്. നോർമൽ +2 നിങ്ങൾക്കുണ്ടായാൽ മതി. നോർമൽ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി അപ്രോപ്രിയേറ്റഡ് ട്രേഡ്, അതായത് നമ്മുടെ വെൽഡിങ്ങിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പാസ് ഇൻ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദി അപ്രോപ്രിയേറ്റഡ് ട്രേഡ്, ആ ഒരു ബ്രാഞ്ചിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഈ ബ്രാഞ്ചിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ദി വെൽഡിംഗ് ട്രേഡ്. അപ്പോൾ +2ൻ്റെ കൂടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ട്രേഡിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.